പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ദേശീയപാതയിൽ പൊലിഞ്ഞത് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു മടങ്ങിയ 4 വിദ്യാർത്ഥിനികളുടെ ജീവൻ. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, റിത, മിത, ആയിഷ എന്നിവരാണ് പാഞ്ഞുവന്ന സിമന്റ് ലോറിക്കടിയിൽപ്പെട്ടത്. ഇന്ന് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച പരീക്ഷ 3:15 വരെയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ പരീക്ഷാ ചോദ്യപേപ്പറിലെ കുറിച്ചും അടുത്ത പരീക്ഷയെക്കുറിച്ചുമൊക്കെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകണം. ഉച്ചകഴിഞ്ഞ് 3:45ഓടെയായിരുന്നു അപകടം. രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പുറപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്കുള്ള മടക്കയാത്ര ചേതനയറ്റാണെന്ന യാഥാർത്ഥ്യം വീട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെയും കരയിക്കുന്നു. അമിത വേഗത്തിൽ ലോറി പാഞ്ഞെത്തുന്നത് കണ്ട് ഒരുമിച്ച് നടന്ന് നീങ്ങിയ 5 പേരിൽ ഒരാൾ ഓടി മാറിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഒരു നിമിഷം മുമ്പ് വരെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരികൾ ഇല്ലാതായ ഷോക്കിലാണ് കുട്ടി. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കുട്ടികളാണ് ലോറിക്കടിയിൽപ്പെട്ടത്. 3 കുട്ടികൾ സംഭവസ്ഥലത്ത് വെച്ചും ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പനയമ്പാടം വളവിലാണ് അപകടം ഉണ്ടായത്. ലോറി പാലക്കാട്ട് നിന്നും മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയതോടെ 5 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചു. തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലാണ് 3 കുട്ടികളുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മഴയിൽ നനഞ്ഞ റോഡിൽ ലോറിക്ക് നിയന്ത്രണം നഷ്ടമായി എന്നാണ് പ്രാഥമിക നിഗമനം. വൈകുന്നേരം 4 മണിയോടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണ് അപകടം. എന്നാൽ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ലോറി നിയന്ത്രണം വിട്ട് വീടിനോട് ചേർന്നുള്ള മരത്തിൽ ഇടിച്ച് മറിയുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മഴയത്ത് വാഹനം തെന്നിയുള്ള അപകടം ഇവിടെ സ്ഥിരമാണെന്ന് നാട്ടുകാർ പറയുന്നു. പനയമ്പാടം വളവ് സ്ഥിരം അപകട മേഖലയാണെന്നും റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ആരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു.